നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. കോട്ടയം പഞ്ചായത്ത് ബാലസൗഹൃദ പഞ്ചായത്തായി ഓഗസ്റ്റ് 25-ാം തീയതി കെ.പി. മോഹനൻ പ്രഖ്യാപിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോട്ടയം ഗ്രാമപഞ്ചായത്തിനെ ബാലസൗഹൃദ പഞ്ചായത്തായി ആഗസ്റ്റ് 25 ഞായറാഴ്ച കൂത്തുപറമ്പ് എം.എൽ.എ. കെ.പി. മോഹനൻ പ്രഖ്യാപിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുട്ടികളുടെ സമഗ്രമായ വികസന രേഖ പ്രകാശനം ചെയ്യുന്നത് സംസ്ഥാന ബാലാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് കെ.വി. മനോജ് കുമാറാണ്. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു.പി. ശോഭ പഞ്ചായത്തിൽ തയ്യാറാക്കിയ വായനാമൂല ഉദ്ഘാടനം ചെയ്യും. മുഖ്യാതിഥികളായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആർ ഷീലയും കിലയുടെ റിസർച്ച് അസോസിയേറ്റ് ആയിട്ടുള്ള സുകന്യയും ജില്ലാ ആസൂത്രണ സമിതി അംഗം കെ.വി. ഗോവിന്ദനും പങ്കെടുക്കും. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധിയായ നേതാക്കന്മാരും കുട്ടികളുടെ നേതാക്കന്മാരും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കോട്ടയം പഞ്ചായത്തിനെ ബാലസൗഹൃദമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 2018 ആരംഭിച്ച പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഒരു പ്രഖ്യാപനത്തിലേക്ക് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി ബാലസൗഹൃദ ബജറ്റ് അവതരിപ്പിച്ച ജില്ലയിലെ ആദ്യത്തെ പഞ്ചായത്തായി സംസ്ഥാനത്തെ രണ്ടാമത്തെ പഞ്ചായത്തായി കോട്ടയം പഞ്ചായത്ത് മാറിയിരുന്നു. കുട്ടികളുടെ സമഗ്ര വികസന രേഖ ബാലഗാഥയുടെ പ്രകാശനം സംസ്ഥാന ബാലാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് കെ.വി. മനോജ് കുമാർ പ്രകാശനം ചെയ്യും. പഞ്ചായത്ത് ഓഫീസ് സജ്ജമാക്കിയ കുട്ടികളുടെ വായനാമുറി ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു.പി. ശോഭ നിർവഹിക്കും. കോട്ടയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല, കില റിസർച്ച് അസോസിയേറ്റ് കെ.യു. സുകന്യ, ജില്ലാ ആസൂത്രണ സമിതി അംഗം കെ.വി. ഗോവിന്ദൻ എന്നിവർ പങ്കെടുക്കുമെന്ന് സംഘാടകരായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ, സെക്രട്ടറി റിജി രാജ് ഒ.സി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം.സി. ദിലീപ് കുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി. ജിഷ എന്നിവർ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ്.